അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് രണ്ടാമത്തെ മൈക്ക്. രണ്ടെണ്ണം കിട്ടിയായിരുന്നു. ആദ്യത്തെ യൂസ് ചെയ്തു, വൻ ശോഭമായിരുന്നു. ഇത് എങ്ങനെ ഇരിക്കും എന്ന് കണ്ടറിയാം. ഇത് വർക്കായ ഇത് വെച്ചിട്ടൊരു 2-3 പ്ലാൻ കൂടെ ഉണ്ട്. നമുക്ക് ഏതായാലും അത് നോക്കാം. ഇന്ന് വണ്ടിനെ കുറിച്ച് പറയാം. ഇതിൽ എന്തൊക്കെ കേൾക്കുമെന്നറിയില്ല, പക്ഷേ വിൽ ട്രൈ. ചെറിയ വണ്ടി, പക്ഷെ അത്യാവശ്യം പവർ വണ്ടികളെ കുറിച്ച് പറയാം. ഈ വണ്ടി നിസാൻ ടീയുടെ 1.6 ആണ്. നമ്മളെ നാട്ടിലൊരു 1.6 വണ്ടിനെ കിട്ടാനില്ല, ഇന്നത്തെ പ്രൊഡക്ഷൻ ഇല്ല. നാട്ടിലെല്ലാം 1 ലിറ്റർ ഒക്കെ വെച്ചിട്ടാണ് അവര് SUV-നൊക്കെ വിൽക്കുന്നത്. ഈ 1 ലിറ്റർ വെച്ചിട്ട് അവർ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ഓടിക്കാൻ എന്തെങ്കിലും ഒരു പവർ വേണ്ടേ, അല്ലെങ്കിൽ ആ എഞ്ചിൻ കിടന്ന് കരഞ്ഞ് വിളിച്ച് പോകുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് നോർമലായിട്ട് ഓടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുറച്ച് സ്പീഡ് എടുക്കണം, റോട്ടിൽ ഒരു വണ്ടിയില്ല ഒന്നുമില്ല, അപ്പൊ കുറച്ച് സ്പീഡ് എടുക്കണം എന്നൊക്കെ ചെയ്യാം. ഇതുപോലത്തെ ഒരു വണ്ടി ഇരിക്കുന്ന എപ്പോഴും നല്ല. വേറൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ നിസാൻ ടീഡയ്ക്ക് 1.8 ഉണ്ടെന്ന്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിസാൻ ഇന്ത്യക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കോമഡി മെയിലാണ്. അതായത് ഇത് വളരെ നല്ല വണ്ടിയാണ്, ഇതുപോലെ ഇന്ത്യയിൽ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ എന്തോ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ആ മെയിൽ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വൻ കോമഡി ആയിരിക്കും, നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കാണും. നിസാൻ ഇന്ത്യ എന്ന് വിചാരിച്ച് ഞാൻ അയച്ചത് അവിടുത്തെ കസ്റ്റമർ കെയറിനാണ്. പാവം, അവരെ മെയിൽ കണ്ടിട്ട് എന്ത് വിചാരിച്ചു എന്തോ. അതൊരു മെമ്മറിയാണ്. നമ്മൾ ഈ വണ്ടിയിൽ ഇരുന്ന് വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുള്ളതാണ്. ആ സമയം വണ്ടീനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഈ വണ്ടി തന്നെ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ 1.8 ഒക്കെ വിചാരിച്ചു നോക്കി. ഈ ഹോട്ട് ഹാച്ച് എന്നൊക്കെ പറയില്ല, അതുപോലെ. പിന്നെ ഇത് നിസാനാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിസാൻ ടൊയോട്ട ആണ് മെയിൻ. ഈ 2 വണ്ടികൾക്ക് മാക്സിമം സ്പെയർ പാർട്സ് ഒക്കെ പെട്ടെന്ന് കിട്ടാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഏത് നോർമൽ ഗാരേജ് ഒക്കെ വേണം നമുക്ക് എടുത്തിട്ട് പോകാം. അങ്ങനെ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ വണ്ടി അത്യാവശ്യം മൈലേജും ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ടും 12-13 എന്തോ കിട്ടുന്നെന്നാ ഒരാൾ പറഞ്ഞത്. പിന്നെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് അവിടെ എവിടെ കൊണ്ടു നടക്കാം. ചെറിയ വണ്ടിയാണ്, തിരക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം. കൺവീനിയന്റ് ആണ് എല്ലാത്തിനും. 4 സിലിണ്ടർ ആണ്, അത്യാവശ്യം പവർ ഉണ്ട്. 1.6 തന്നെ 110 bhp ഉണ്ട്. 2007 ഇറങ്ങിയ വണ്ടിയാണ്. പിന്നെ ആ സമയം ഉള്ള ടെക്നോളജി അനുസരിച്ചിട്ടുള്ള സാധനമേ ഉള്ളൂ. അതായത് ഓട്ടോമാറ്റിക് 4 ഗിയർ ആണ്. പക്ഷെ മതി, ഇതില് 4 ഗിയർ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ 1.5 തന്നെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മള് 1.8 വിചാരിക്കുന്നത്. ഒരു കാലത്ത് എന്തൊക്കെ വണ്ടി ഇരുന്നതാണ്. CRV, സിവിക്, ജാസ്, അങ്ങനെ എന്തൊക്കെയോ വണ്ടി ഇരുന്ന ഒരു നാടാണ് നമ്മൾ. അവസാനം എമിഷൻ നോംസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി. ഉള്ളതില് നമുക്ക് പറ്റുന്നതനുസരിച്ച് നോക്കിയെടുക്കുക, അതേ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സംഭവം എങ്ങനെ ഉണ്ടെന്ന് പറയാം. സംഭവം ഓക്കെ ആണ്, കളർ ആയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏറെ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. അല്ല ഈ മൈക്ക് പരാജയമാണെങ്കിൽ ഈ ടൈപ്പ് കണ്ടന്റ് ഇതോടെ തീരും. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഇടുന്ന ടൈപ്പ് കണ്ടന്റ് ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. അപ്പൊ ഓക്കെ, എന്നാ വേറെ വീഡിയോയിൽ കാണാം. നമുക്കൊരു ധൃതിയുമില്ല. അപ്പോൾ ഡ്രൈവ് സേഫ്ലി, സൂക്ഷിച്ചു ഓടിക്കുക. അപ്പോൾ ഓക്കെ.